നമ്മൾ ആവശ്യപ്പെടുന്നത് അടിയന്തരമായിട്ട് ഈ കടൽക്കയറ്റം പരിഹരിക്കാനുള്ള ശാശ്വത നടപടികൾ സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നാണ്. സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതി 7 കിലോമീറ്റർ വരെ എത്തിയപ്പോഴത്തേക്കും അത് 10 കിലോമീറ്റർ നിർമ്മിക്കാനുള്ള കടൽഭിത്തി നിർമ്മിക്കാനുള്ള കാശ് തീർന്നു പോയി എന്നാണ് പറയുന്നത്. പുതുതായിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കടൽഭിത്തിയും പുലിമുട്ടും നിർമ്മിക്കാനുള്ള കാശില്ല എന്നുള്ള നിലയ്ക്കാണ് സർക്കാർ ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ കിഫ്ബി വായ്പയ്ക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതുകൊണ്ട് അത് പിൻവലിക്കുകയാണെങ്കിൽ നടപ്പിലാക്കാന്നുള്ള നിലയ്ക്കുള്ള ഒരു സമീപനമാണ് സർക്കാർ ചെയ്തിട്ടുള്ളത്. അതേസമയം ഇപ്പോൾ ഈ 7 കിലോമീറ്റർ ശക്തമായിട്ടുള്ള കടൽഭിത്തി വന്നതോടുകൂടി ഈ പ്രദേശം ഈ പുത്തൻതോട് മുതൽ വടക്കോട്ടുള്ള പ്രദേശങ്ങൾ അതിഗുരുതരമായിട്ടുള്ള കടൽക്കയറ്റ ഭീഷണിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സർക്കാർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദുരന്തവും കൂടിയാണ്, ഒരു പ്രശ്നം കൂടിയാണിത്. അതുകൊണ്ട് ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. അപ്പോൾ പൈസ ഇല്ലെന്ന് പറഞ്ഞത് കൈയൊഴിയുന്ന സമീപനം ശരിയല്ല. പൈസ ഇല്ലെങ്കിൽ അടിയന്തരമായിട്ട് ചെയ്യാവുന്ന ബദൽ നിർദ്ദേശങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് പോർട്ടിൻ്റെ മണ്ണ് ഇവിടെ അടിച്ച് തീരം പുനർനിർമ്മിക്കുകയും ആ മണ്ണ് ഒഴുകി പോകാതിരിക്കാൻ ജിയോ ട്യൂബ് കൊണ്ടുള്ള പുലിമുട്ടുകൾ ഇടുകയും ചെയ്യുക എന്നുള്ള നടപടി വളരെ ചിലവ് കുറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ബദൽ നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ ആ ബദൽ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് അത് നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ജിയുള്ള മണൽ അടിക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ഇതുവരെ യാതൊരു തരത്തിലുള്ള അഭിപ്രായവും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ NCCR നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ പുലിമുട്ടുകൾ ഉള്ള പ്രദേശങ്ങളിൽ അതിനകത്ത് ഈ പുലിമുട്ടുകൾക്കകത്ത് കൊച്ചിൻ പോർട്ട് ഡ്രഡ്ജ് ചെയ്ത മണ്ണ് ഇടണമെന്നുള്ള നിർദ്ദേശം ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുപോലും നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അപ്പോൾ മണ്ണടിക്കുന്ന കാര്യത്തിൽ വളരെ നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്.